ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫിഷ് മോളിയാണ്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ഉണർത്തുന്ന ഒരു ഫിഷ് മോളിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നല്ല മണവും രുചിയും ഗുണവുമുള്ള ഫിഷ് മോളി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി, ഇടിയപ്പം, ബ്രെഡ് ഇതിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിന്ന് കരിമീൻ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് കരിമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ പീസുകളാക്കി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നടുക്കഷ്ണങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം വരഞ്ഞു വെക്കുക. ഇനി നമുക്കതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ചെറുനാരങ്ങ നീര് ഒഴിച്ചാണ് ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഈ ഫിഷ് മോളിക്ക് മുളക് പൊടി ചേർക്കാറില്ല. ഇതിനൊരു ലൈറ്റായിട്ടൊരു മഞ്ഞ കളറാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഈ മീനിൽ കഷ്ണങ്ങളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിൻ്റെ എരിവൊക്കെ അതിൽ പിടിച്ച് അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഞാനെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്റ്റവ് കത്തിക്കുക. പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അധികം മൊരിയൊന്നും വേണ്ട. ഒരു വശം ഒന്ന് പാകമായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഹാഫ് കുക്കായാൽ മതി. ഇപ്പോൾ പിന്നെ നമുക്ക് കറി വെക്കുമ്പോൾ ബാക്കിയുള്ള കുക്കാവാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ മീൻ വറുത്തിട്ടാണ് നമ്മൾ ഈ ഫിഷ് മോളി ഉണ്ടാക്കാറ്. അപ്പോഴാണിത് ടേസ്റ്റും ഉണ്ടാവുക, അതുപോലെ പൊടിഞ്ഞും പോകില്ല. അപ്പോൾ ആ വശവും കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇത്തിരി കനമുള്ള മീനായതുകൊണ്ട് ഞാൻ ഈ 2 സൈഡും ഒന്ന് കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഇത്തിരി വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, 2-3 ഗ്രാമ്പു, 5-6 കുരുമുളകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടി, ഇത്തിരി കിസ്മിസും കൂടി ചേർക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കുക. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ചധികം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു സവാള, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന് എരിവിന് ആവശ്യമായത് പച്ചമുളകും കുരുമുളക് പൊടിയാണ്. കുരുമുളക് ചതച്ചതൊക്കെ നല്ല ഫ്രഷായിട്ട് നമ്മളതിനെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ അതിനും കൂടി ടേസ്റ്റും എരിവും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ട് അതിൻ്റെ തലപ്പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാലാണിത്. 2-ാം പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തലപ്പാൽ എപ്പോഴും ഒന്ന് ഇത്തിരി വെള്ളം, തേങ്ങ ചിരകിയ ശേഷം ഇത്തിരി വെള്ളം തളിച്ച് തലപ്പാൽ അതിൽ തന്നെ പിഴിഞ്ഞെടുക്കുക. അതിന് 2-ാമത്തെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത പാലാണിത്. ഇനി അതിലേക്ക് ആവശ്യമായ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി വേണ്ടത് നമുക്ക് വിനാഗിരിയാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കതിലേക്ക് ചേർക്കുന്നത് ഒരു 10 കശുവണ്ടി നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം ഒന്ന് അരച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചാറ്, നല്ല സ്വാദും ഉണ്ടാവും, നന്നായിട്ട് കുറുകിയും വരും. അപ്പോൾ കശുവണ്ടി ഇല്ലെങ്കിൽ
കോൺഫ്ലവറോ മൈദയോ ഒരു സ്പൂൺ എടുത്ത് കലക്കി ചേർത്താലും മതി. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് പാകമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്നൊക്കെ ഈ സമയത്ത് നോക്കുക. ഇനി ഒന്ന് അടച്ചു വെക്കാം. 1-2 മിനിറ്റ് അവിടെ ഇരുന്ന് വേകട്ടെ. നന്നായിട്ടൊരു 2-3 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 തക്കാളി ഇതേപോലെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് സ്വാദ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നേരിയൊരു പുളിക്ക് വേണ്ടി നമ്മൾ വിനാഗിരി ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടി ചേർക്കണം. അപ്പോൾ നല്ല സ്വാദായിരിക്കും. അപ്പോൾ നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും തക്കാളിയും ഏലക്കയും അതെല്ലാം കൂടി ചേരും നല്ലൊരു മണമാണ് ഈ കറിക്ക്. അപ്പോൾ ഇത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണമാണ്. അപ്പോൾ പണ്ടുള്ള കല്യാണ വീടുകളിലൊക്കെ ചെല്ലണ പോലെയാണ്. പണ്ട് കല്യാണ വീടുകളിൽ ഇതേപോലെ അപ്പവും ഫിഷ് മോളിയൊക്കെ തരുമായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ബിരിയാണിയാണ്. ഇനി നമുക്കതിലേക്ക് തലപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല കുറിയ തേങ്ങാപ്പാലാണ് കേട്ടോ തലപ്പാൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി തിളപ്പിക്കേണ്ട, തലപ്പാൽ ഒഴിച്ചാൽ തിളപ്പിക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എടുക്കരുത്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ചാറെല്ലാം നന്നായിട്ട് കുറിയതിന് ശേഷം അതവിടെ ഇരുന്ന് കുറുകും. നമ്മൾ കശുവണ്ടിയൊക്കെ ചേർത്തേക്കണതുകൊണ്ട് നന്നായിട്ട് ഇതേപോലെ കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കശുവണ്ടിയും മുന്തിരിയും മീനൊക്കെ ഇട്ട് നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ സാധാരണ ബ്രെഡ്, അപ്പം, ചപ്പാത്തി അങ്ങനെയുള്ള അതിലെ കൂടിയൊക്കെയാണ് ഇത് നല്ല കോമ്പിനേഷനായിട്ട് പോണത്. ബ്രെഡിനെ കൂടിയും വെള്ളയപ്പത്തിനെ കൂടിയൊക്കെ സൂപ്പറാണ്. കഴിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുമോ, നല്ല സൂപ്പർ സാധനമാണ്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ സാധാരണ ആളുകൾ ഉണ്ടാക്കാത്ത ഒരു കറിയാണിത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. വലിയ പണിയൊന്നുമില്ല. ഇത്തിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്താൽ മാത്രം മതി. ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി